ഒരുപാട് ഗുണ്ടകളെ കണ്ടിട്ടുള്ളതാ മോനെ. ഞാൻ തന്നെ ഒരു ഉണ്ണിയാർച്ചയായി മാറും. അപ്പൊ തല്ലു നടത്താൻ പോവുകയാ. അത് കിട്ടൂല. ഇനി ക്രൈം വേണ്ടി വരും. ശരി, പൊക്ക്. ചവിട്ടെന്ന് പറഞ്ഞ എന്റെ ദൈവമേ, ഒരു മനുഷ്യനെ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാവോ? ഇവിടുന്ന് ചവിട്ട് കൊണ്ട് എന്റെ ചെറുക്കം വീണതങ്ങ് ഗീതയുടെ പറമ്പിലോ. ഒരു സോഡ. അടുത്ത തവണ വീഴുമ്പോ തല കുത്തി വീണ ഒന്നും കൂടെ നന്നായിരിക്കും. അഭ്യാസിയായിട്ട് ചെയ്യിക്കാം. ഇവനാണൊരു അഭ്യാസി അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് അറിഞ്ഞിരുന്ന നാട്ടിൽ നിന്ന് ഗോവിന്ദ കുരുക്കളുടെ പഠിച്ചോണ്ട് വരായിരുന്നു. അയാളവിടെ വെറുതെ ഇരിക്കരുത്. അംഗങ്ങൾക്കൊന്നും ഒരു ഭംഗവും ദൈവാധീനം കൊണ്ട് സംഭവിച്ചില്ല. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എന്തോ ഒരു ഒളിമ്പിക്സിൽ എന്തോ ഒരു പേരുണ്ട്. ഈ വടിയായിട്ട് കുത്തി വന്ന് ചാടുന്നല്ലേ? പോൾ വാൾട്ട്. നാഭിക്ക് മുട്ടുകാല് കൊണ്ട് ഇടിച്ചിട്ടുണ്ടല്ല. ഇന്ത്യയുടെ താഴെ കിടക്കുന്ന ശ്രീലങ്ക വരെ തകർന്നു പോയടോ. ചിരിക്കരുതേ. ജീവിതത്തിൽ ആദ്യമായിട്ടാ എന്നെ തല്ലിയൊരുത്തന്നെ കൈയും കാലും ഓടിക്കാതെ ഞാൻ വിടുന്നത്. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ. പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ്. ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. സന്തോഷായി, നല്ല സന്തോഷായി.